അലിയാർ തങ്ങളെ വീട്ടിലണയുമ്പോൾ ഫാത്തിമ ബീവി തകൃതിയിൽ വീട്ടുജോലികൾ ചെയ്തു തീർക്കുന്നുണ്ട്. തൻ്റെ പൊന്നോമനകളെ കുളിപ്പിക്കുന്നു, പുതുവസ്ത്രം ധരിപ്പിക്കുന്നു, ഒപ്പം കുബൂസും ഉണ്ടാക്കുന്നു. തൻ്റെ അരികെ നിൽക്കുന്ന പ്രിയതമനെ കണ്ടതായി നടിക്കുന്നില്ല. അപ്പോൾ അലിയാർ തങ്ങൾ വെല്ലായ്മയിൽ ചോദിക്കുന്നുണ്ട്, എന്തേ ഫാത്തിമ, എന്നോട് പിണക്കമാണോ? നിങ്ങൾ എന്നെ കണ്ടിട്ടു എന്താ മിണ്ടാത്തേന്ന്. കേട്ട ഉടനെ ഫാത്തിമ ബീവി ചെറു പുഞ്ചിരിയോടെ പറയുന്നുണ്ട്, ഞാനൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളെയും മക്കളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. അപ്പം അലിയാർ തങ്ങൾ ചോദിച്ചു, എപ്പോഴാ മടക്കം? കിയാമത്ത് നാളാകുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടേറ്റ് പോലുള്ള മറുപടി കേട്ട് അലിയാർ സ്തംഭിച്ചു പോയി. നിറഞ്ഞ കണ്ണുകളുമായി അലിയാർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വേദനയോട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഉപ്പയെ സ്വപ്നം കണ്ടു എന്നും കാണണമെന്നും കാത്തിരിപ്പാണെന്നും. പെട്ടെന്ന് ഇരുവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പുണർന്നു. ഓർമ്മകളിൽ ഒരുപാട് നെയ്തു വെച്ച ആ പ്രണയം അലിയാർ തങ്ങളെ കണ്ടു നിൽക്കെ ഫാത്തിമ ബീവിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. മരിച്ചതിന് ശേഷം തൻ്റെ മയ്യത്ത് മഞ്ചം പോലും അന്യർ കാണരുതെന്ന് വസിയത്ത് ചെയ്ത ഹയാഇൻ്റെ സുൽത്താന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഭൗതിക സുഖങ്ങളെക്കാൾ പരലോകത്തെ പ്രണയിച്ച സയ്യിദുൽ നിസാ അഹ്ലുൽ ജന്ന ആ പൊന്നുമ്മ കാണിച്ചു തന്ന ക്ഷമയുടെയും സൂക്ഷ്മതയുടെയും പാതയിൽ സഞ്ചരിക്കാൻ അല്ലാഹു തആല നമ്മളെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ആ പൊന്നുമ്മയുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. ആ പൊന്നുമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നമ്മൾ ഓരോരുത്തരും ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണം.